സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക പ്രാർത്ഥനകൾ തുടങ്ങിയിട്ട് നിർത്തിപ്പോയ ചരിത്രമാണ് കൂടുതൽ പറയാനുള്ളത്. പക്ഷെ ദൈവത്തിന്റെ കൃപയാല് ഈ പ്രാർത്ഥന 100 ദിവസം മുകളില് നടക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരം കൂടിയിരുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവിടെ രാത്രിയാണല്ലോ. ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട വലിയേറിയ ആലോചനകൾ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. ശക്തമേറിയ ദൈവത്തിന്റെ ആലോചന നമ്മൾ കേൾക്കുവാനും ബലപ്പെടുവാനും ഇടയാക്കിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ദൈവദാസന്മാരെ, വിശേഷാൽ ബ്രദർ, വിജയ് ബ്രദർ, പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത ആ ദൈവിക ദർശന പ്രകാരം ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. അത് മാത്രമല്ല, എല്ലാവരും ഇതിൽ പങ്കുചേരുന്ന എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രവർത്തനം കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സർവശക്തനായ കർത്താവ്, സർവ്വാധികാരിയായ കർത്താവ്, ആകാശത്തെയും ഭൂമിയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ സർവ്വാധികാരിയായ കർത്താവ്, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട് എങ്കിലും നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ സർവശക്തനായ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മളെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാൻ ഹല്ലേലൂയ നാളുകൾ അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട് എങ്കിലും ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതൊരിക്കലും നമ്മൾ വിട്ടുപോകരുത്. ഹല്ലേലൂയ. അവന്റെ വരവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി കാത്തിരിപ്പാൻ, പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരും ഒരുക്കുമാറാകട്ടെ. നമ്മളാരും കൈവിടപ്പെട്ടു പോകാൻ ഇടയാകരുത്. കർത്താവിന്റെ വരവെങ്കിൽ നമ്മളെല്ലാവരും അവിടെ നിത്യതയിൽ കാണപ്പെടുവാൻ ഇടയായി തീരണം. അവിടെ നമുക്ക് പ്രതിഫലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ സർവശക്തനായ കർത്താവ് നമുക്ക് അവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അർഹപ്പെട്ട കുഞ്ഞാടിനെ കണ്ടുകൊണ്ട് അവനെ മഹത്വീകരിപ്പാൻ, അവനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അതിലൊരു ഭാഗ്യം ഒരുക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രിയപ്പെട്ടവരും ശാരീരിക സോഷ്യൽ ഭാരത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. ദൈവം അവർക്ക് വേണ്ടുന്ന ആശ്വാസവും വിടുതലും സൗഖ്യവും എല്ലാം കർത്താവ് കൊടുക്കട്ടെ. സമയം മുന്നോട്ട് പോകുന്നല്ലോ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യർ 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 4 മുതൽ ഒന്ന് വായിക്കുന്നു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാവ് കഴിപ്പാൻ തക്ക പുരോഹിത വർഗമാകുന്നു പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്ക് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ല്. ദൈവത്തിന് സ്തോത്രം. ആ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിപ്പാനിടയായി തീരണം. ഞാൻ എന്നോട് പ്രസംഗിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു വേദഭാഗമാണ്. ജീവനുള്ള കല്ലിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കണം. അത് എങ്ങനെയുള്ള കല്ലാണ്? ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ല്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല്. പല കല്ലുകള് നമ്മള് വലിയ വിലയൊന്നും കൽപ്പിക്കാറില്ല. നമ്മള് കാലുകൊണ്ട് ചിലപ്പോൾ ചില കല്ലെല്ലാം തട്ടിക്കളയും. ചില കല്ലിന്റെ ഷേപ്പ് ഉരുണ്ടതായിരിക്കും, ചിലത് ഒരു ഷേപ്പും ഇല്ലാത്തതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ
ഇവിടെയുള്ള കല്ലിന് പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ജീവനുള്ളതാണ്, അത് ശ്രേഷ്ഠതയുള്ളതാണ്, അത് മാന്യതയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കല്ലിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മളും ജീവൻ പ്രാപിപ്പാൻ, ഏത് കല്ലാണോ വരുന്നത് ആ കല്ലിന്റെ ഷേപ്പ് മാറും, സ്വഭാവം മാറും, ശ്രേഷ്ഠതയുണ്ടാകും, മാന്യതയുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഒരു ജീവനുള്ള കല്ലായിട്ട് ദൈവം നമ്മളെ പണിയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടുവേണം ആലയം പണിയുവാൻ വേണ്ടിയിട്ട്. ഈ ഹല്ലേലൂയ, കാരണം ആലയത്തിൽ ആ ആയുധങ്ങളുടെ മുഴക്കമോ മറ്റൊന്നും കേൾക്കുവരുത്. അപ്പോൾ ജീവനുള്ള കല്ല്, ദൈവത്തിന് സ്തോത്രം, വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൾ ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. കർത്താവേ, എന്റെ കുറവുകളെ കാണിച്ചു തരണമേ, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ, എന്റെ പരാജയങ്ങളെ ക്ഷമിക്കണമേ, അങ്ങയ്ക്ക് പണിയുവാൻ തക്കവണ്ണം കൊള്ളാവുന്ന ഒരു കല്ലാക്കി എന്നെ തീർക്കണമേ. അങ്ങയുടെ ആലയത്തിന്റെ പണിക്കായിട്ട്, അങ്ങയുടെ രാജ്യത്തിന്റെ പണിക്കായിട്ട് എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജീവനുള്ള കല്ലുകൾ, ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ കർത്താവിനെ കുറിച്ച് ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയണം, വിഷയം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു തന്നെ ഒരു മൂലക്കല്ലാണ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ കാണുന്നുണ്ട്, 2:21 മുതൽ 20 കാണുന്നുണ്ട്. അതൊരു മൂലക്കല്ലാണ്, മനുഷ്യർ തള്ളിക്കളഞ്ഞതാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ തള്ളിക്കളഞ്ഞതാണ്. യേശുക്രിസ്തു മൂലക്കല്ല്, മനുഷ്യർ തള്ളിക്കളഞ്ഞതാണ്. ഈ കല്ലിനോട് ചേർത്ത് വെച്ചാണ് ദൈവം നമ്മളെ പണിയുന്നത്. നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുമ്പോൾ ആ കല്ല് പല വിധത്തിൽ ചിതറിക്കിടക്കുന്നുണ്ട്, പല സ്ഥലത്ത് കൂടിക്കിടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കിടന്നത് കൊണ്ട് പ്രയോജനമില്ല. അതിനെ അടിച്ച് മുഖം വരുത്തി അതിനെ പണിയുവാൻ ഇടയായി തീരുന്നു. ആഴത്തിൽ കുഴി, ആ വാനം താത്തി, ആ തോട് കീറി, ആ പാറമേൽ അടിസ്ഥാനം ഏതാണെന്ന് ആ പാറ? ക്രിസ്തു എന്ന പാറ. ആ മൂലക്കല്ലായിരിക്കുന്ന ആ പാറയോട് ചേർത്ത് വെച്ച് പണിയുമ്പോൾ ഇതൊരു ആത്മീയമാകുന്ന പണിയാണ്. ഈ പണി അല്ലെങ്കിൽ വളരുന്നതാണ്, ഓരോ ദിവസം വളരുന്നതാണ്. നമ്മുടെ എബനേസർ ഔട്ട്റീച്ചിന്റെ പ്രവർത്തനങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഈ മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമ്മൾ പണിയുമ്പോൾ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ, നയാഗ്ര പട്ടണത്തിൽ ഉയർത്തുമ്പോൾ, അനേക ഇടങ്ങൾ കർത്താവിനെ ഉയർത്തുമ്പോൾ, ഈ പണിയുണ്ടല്ലോ നടന്നുകൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും തളരുവാൻ ഇടയാകരുത്, അല്ലെങ്കിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകാൻ ഇടയാകരുത്. നമ്മുടെ നയാഗ്ര പട്ടണത്തില് ദൈവം അയക്കുന്ന എടുത്തെല്ലാം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയായി തീരണം. ഈ പ്രവർത്തനം വളരുന്നതാണ്, വളരുവാൻ ഇടയായി തീരണം. അപ്പോൾ തന്നെ ഇതിന് എതിരായിട്ടുള്ള പണിയുണ്ട്. വളരെ പണിയെ തടയുവാൻ നോക്കുന്നവരുണ്ട്, ശത്രുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആത്മീയ സ്പിരിറ്റിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതേ ശത്രുവിന്റെ ആത്മാവിനാൽ, പൈശാചിക ആത്മാവ് അതേ വിധത്തിൽ പ്രവർത്തിപ്പാൻ ഇടയായി തീരും. എന്ത്? അവന്റെ പണി അല്ലെങ്കിൽ ഇത് തകർക്കുക, മുടിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തുകൊള്ളണമേ, ഇതിൽ പ്രവർത്തിക്കുന്ന, ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ദൈവമക്കൾ ഓർത്തുകൊള്ളണമേ, നമ്മൾ വളരെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? ഇത് ഈ പ്രവർത്തനം അവന് ഇഷ്ടമല്ല, ഈ പ്രാർത്ഥന ഇഷ്ടമല്ല. ഒരു ദൈവവചനെ സംബന്ധിച്ച് അവൻ ജീവൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കല്ലിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ അവന് പ്രാർത്ഥന ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ അങ്ങനെയാണ് ചെയ്തത്. അവര് ദൈവത്തിന് ഒരു കാലത്ത് അവർക്ക് ജീവനില്ല, ഭയമുള്ളവരായി അവർ ഓടി ഒളിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ കർത്താവ് അവരെ മടക്കി കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്. ഈ കാലത്ത് പരിശുദ്ധാത്മാവെന്ന ദൈവത്തിന് വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം.
നിങ്ങൾ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരൂശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവർ 120 പേർ കൂടി മർക്കോസിന്റെ മാളികമുറിയിൽ കയറിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ പ്രവൃത്തിയെ നമുക്കറിയാം, പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തിയെ ദൈവം അല്ലെങ്കിൽ തകർക്കുവാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ ആ ബാബേലിൽ വെച്ച് ദൈവത്തിന് സ്തോത്രം മനുഷ്യർ വലിയ ഗോപുരം പണിയുവാൻ തുടങ്ങി. ദൈവം പണിയെ കാണുവാൻ വേണ്ടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന് മനസ്സിലായി ഇവന്റെ പണി ശരിയല്ല, ഇവന്റെ മനസ്സിലിരിപ്പ് ശരിയല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, ദൈവം അവിടെ അവരുടെ ഭാഷയെ കലക്കി കളഞ്ഞു. ആ ഭാഷയെ കലക്കി കളഞ്ഞ സർവശക്തനായ ദൈവം മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേർക്ക് ഭാഷയെ ദൈവം കൊടുത്ത് അവരെ ദൈവം പണിയാൻ ഉപയോഗിക്കുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് ഉപയോഗിക്കുകയാണ്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവ പൈതലെ, നിന്നെ ദൈവം ഹല്ലേലൂയ ആത്മാവിൽ നിറച്ചത്, നിന്നെ ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവർ 120 പേർ കൂടിയിരുന്ന് ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ഇവർ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് ദൈവത്തിന് സ്തോത്രം ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ആ പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുക, ഇന്ന് നമ്മളിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂലക്കലിനോട് ചേർത്ത് വെച്ച് ദൈവം പണിയുന്നത് എന്താണ്? ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ചിലരെ പ്രവാചകന്മാരായിട്ട്, ചിലരെ ഇടയന്മാരായിട്ട്, ചിലര് ഉപദേശകന്മാരായിട്ട്, സുവിശേഷകരായിട്ട് എന്ത് ചെയ്യാണ്? ദൈവം ഇന്നും പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഹല്ലേലൂയ വളർന്നു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ തകർത്ത് കളയുവാൻ പിശാച് നോക്കും. നമുക്കറിയാം പിശാച് എങ്ങനെയാ ഉണ്ടായത്. അവന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. ചുരുക്കി ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അവൻ ഹല്ലേലൂയ 6 ചിറകുണ്ടായിരുന്നു. ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നതാണ്. അതിന്റെ വർണ്ണനയൊക്കെ ഹല്ലേലൂയ യെശയ്യാവിലൊക്കെ കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്ന ആ വ്യക്തി ഒരിക്കൽ അഹംഭാവിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അഹംഭാവിച്ചു കഴിഞ്ഞപ്പോൾ, നിഗളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ വെട്ടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവന് 6 ചിറകുണ്ടായിരുന്ന ചിറക് പോയി. അവനിപ്പോൾ ദൈവത്തിന് സ്തോത്രം എഴിഞ്ഞു നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നേരെ ഭൂമിയിലേക്ക് വന്നു. ഭൂമി എങ്ങനെയുള്ളതായിരുന്നു? മനുഷ്യപുത്രർക്ക് വാസം ചെയ്യുവാൻ മനോഹരമായ ഒരു ഭൂമിയായിരുന്നു ഈ ഭൂമി. ദൈവത്തിന് സ്തോത്രം. ദൈവദൂതന്മാർ വളരെ സന്തോഷിച്ചു. മനുഷ്യന് വേണ്ടി പാർപ്പാൻ തക്കവണ്ണമുള്ള ഈ ഭൂമിയെ കണ്ട് അവർ ആനന്ദിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇവൻ വെട്ടേറ്റ് ഹല്ലേലൂയ ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമി പാഴും ശൂന്യമായി തീരുവാൻ ഇടയായി തീർന്നു. ആഴമുണ്ടായി, ആഴത്തിന്മീത് ഇരുളുണ്ടാകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ഈ ഭൂമി വാസയോഗ്യമല്ലാതെയായി തീരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവാകുന്ന ഹല്ലേലൂയ സാത്താൻ ഒരു ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് അവൻ വീണിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഓർത്തോളണമേ, അത് പാഴും ശൂന്യമായി തീരും. അവിടെ ഇരുൾ വ്യാപരിപ്പാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണണമേ. ഇതെല്ലാം അവിടെ വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സൃഷ്ടി, ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവിടെ പരിവർത്തിച്ചു. എന്തു ചെയ്തു? ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് വീണ്ടും വാസയോഗ്യമായി തീർക്കത്തക്കവണ്ണം ഭൂമിയാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. വെള്ളം ഒരു സൈഡ് കൂടി ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് അതാത് സസ്യ ഫലം പുറപ്പെടുവിക്കുന്ന സസ്യങ്ങൾ പൊങ്ങി വരട്ടെ എന്ന് ദൈവം പറഞ്ഞു വന്നപ്പോൾ അത് അതുപോലെ തന്നെ വരുവാൻ ഇടയായി തീർന്നു. എന്നെ
എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നാളുകളായി നീ അനുഭവിക്കേണ്ട നന്മ അല്ലെങ്കിൽ ശത്രുവെന്ന സാത്താൻ അല്ലെങ്കിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പൊങ്ങി വരാൻ സമയമായി. ദൈവത്തിന് സ്തോത്രം. ചില നന്മകൾ നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില് അല്ലെങ്കിൽ പ്രാപിക്കേണ്ട ചില നന്മകൾ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിനെ മൂടിക്കളയുമ്പോൾ ഓർത്തുകൊള്ളണമേ, കർത്താവിന്റെ ഒരു വാക്കുമതി. ദൈവത്തിന് സ്തോത്രം. ചില നന്മകൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ കടന്നു വരുവാൻ, മടങ്ങി വരുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയില് നമുക്കറിയാമല്ലോ, വെള്ളത്തില് 150 നോഹയുടെ പ്രളയകാലത്ത് 150 ദിവസത്തോളം വെള്ളത്തില് ദൈവത്തിന് സ്തോത്രം ഒലിവല മുങ്ങിക്കിടക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ നിറം പോയില്ല, അതിന്റെ ഗുണം പോയില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നും പോയില്ല. എന്തൊരു വലിയ അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു പച്ചയില, അതിന്റെ പച്ചപ്പ് പോകാതെ വെള്ളത്തിന്റെ അടിയിൽ ദൈവത്തിന് സ്തോത്രം 150 ദിവസക്കാലം അല്ലെങ്കിൽ മുകളില് ദൈവം അതിനെ പരിപാലിച്ചു എങ്കിൽ ഇതാ നോഹ പ്രാവിനെ വിട്ടപ്പോൾ പ്രാവ് കൊണ്ടുവന്നത് എന്താണ്? ഒരു പച്ച ഒലിവിലയാണ് കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എത്ര കാലപ്പഴക്കമായാലും ഹല്ലേലൂയ, ദൈവം നിന്നെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശത്രു നിന്നെ മൂടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കോട്ടവും തട്ടാതെ വണ്ണം ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം നമ്മെ പരിപാലിക്കും. ഒരു കാര്യം ഓർത്തുകൊള്ളണമേ, ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഭാരങ്ങൾ വന്നപ്പോൾ എത്രയോ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടന്ന് അല്ലെങ്കിൽ ജീവൻ കളയേണ്ട അവസ്ഥകൾ, ആ സാഹചര്യങ്ങളെല്ലാം വന്നപ്പോഴും അല്ലെങ്കിൽ ഈ ലോകത്തിന് വളമായി തീരേണ്ട, നമ്മുടെ ജീവൻ മാറ്റപ്പെടേണ്ട ദിനങ്ങൾ എത്ര തവണ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നിന്റെ ആരോഗ്യം ക്ഷയിക്കാതെ, നിന്റെ സൗന്ദര്യം പോകാതെ, അല്ലെങ്കിൽ നിന്റെ പച്ചപ്പ് പോകാതെ വണ്ണം അല്ലെങ്കിൽ നീ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണമേ, നിന്റെ കഴിവല്ല, നിന്റെ ശ്രേഷ്ഠതയല്ല, ഈ സർവശക്തന്റെ കരമാണെന്ന് ഓർത്തുകൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ പിശാച് വെട്ടേറ്റ് ഈ ഭൂമിയിലേക്ക് വീണു ഭൂമി പാഴി ശൂന്യമായി തീരുവാൻ ഇടയായി തീർന്നു. ഈ പാഴിനെ മാറ്റുവാൻ, ഈ ശാപത്തെ മാറ്റുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവന്റെ പരിപാടി എന്താ? ചിറക് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇവൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈലിനെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ വളരെ ഉയരത്തിലേക്ക് പറന്നു പോകും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ പറന്നു പോകിയിട്ട് അതിന്റെ ചിറകെല്ലാം പോകും. ദൈവത്തിന് അത് താഴത്തേക്ക് വീഴുവാൻ ഇടയായി തീരും. അത് പിന്നെ എന്ത് ചെയ്യും? അത് എഴിഞ്ഞ് ഇതിലൊക്കെ നടക്കുവാൻ ഇടയായി തീരും. ഇതുപോലെയാണ് പിശാചിന്റെ ചിറക് വെട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ അവൻ എഴിച്ചത് തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ അവന്റെ പരിപാടി മനുഷ്യനെ എങ്ങനെയെങ്കിലും പറ്റിക്കുക. ദൈവത്തിന് സ്തോത്രം. ആദ്യ കുടുംബത്തെ പറ്റിച്ചു. ദൈവത്തിന് സ്തോത്രം. തെറ്റിലേക്ക് വീഴിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഇന്നും പിശാച് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവന്റെ പദ്ധതി തകർക്കുകയാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്തു? ദൈവത്തിന് സ്തോത്രം. ആദ്യം അവന്റെ ചിറക് വെട്ടി, രണ്ടാമത് കാൽവറി ക്രൂശിൽ അവന്റെ തലയെ തകർക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല മരണത്തെയും പാതാളത്തെയും ജയിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവിന്റെ ഒരു തന്ത്രമാണ് മരണം. ഹല്ലേലൂയ. അവന്റെ ഒരു ആയുധമാണ്. ദൈവത്തിന് അനേകരെ ഭയപ്പെടുത്തുകയാണ്. മരണഭീതി കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ തീരുമോ? എന്റെ ജീവിതം ഇവിടെ അവസ്ഥാപിക്കുമോ? നാട്ടിൽ പോകാൻ കഴിയില്ലയോ? ദൈവത്തിന് സ്തോത്രം. ആരെയും കാണാൻ പറ്റിയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. മരണഭീതി കൊണ്ടുവന്ന് ഇന്ന് കാലം അല്ലെങ്കിൽ മരണഭീതി കൊണ്ടുവന്ന് ചെല്ല ദൈവത്തിന് സ്തോത്രം. അത് വ്യാപരിക്കുമ്പോൾ ഓർത്തുകൊള്ളണമേ, മരണത്തെയും പാതാളത്തെയും ജയിച്ച ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം.
ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാണ്. അവൻ ശത്രുവിന്റെ തലയെ തകർത്തവനാണ്. കാൽവരി ക്രൂശിൽ അവന്റെ സർവായുധങ്ങൾക്ക് അടിയറവെപ്പിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മരണഭീതി മാറിപ്പോകട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. നീ മരിക്കുവാനല്ല, നീ ജീവൻ പ്രാപിപ്പാനാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. ഈ ജീവനുള്ള മൂലക്കല്ലിനോട് നീ ചേർന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിന്നിലൂടെ ചില പ്രവർത്തികൾ ചെയ്യിപ്പാൻ ഇടയായി തീരും. നീ മരണത്തിന് കീഴടങ്ങിയല്ല, നീ കർത്താവിന് കീഴടങ്ങിയാൽ കർത്താവ് നിനക്ക് ജീവൻ തരും. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. മരണഭയം നിന്നെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാൽവറിയിൽ കർത്താവ് അവന്റെ തലയെ തകർത്തു. അല്ലെങ്കിൽ പിന്നെ അവനെ അടങ്ങിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവനെ അഴിഞ്ഞ് ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, പാമ്പുകളെയും തന്റെ ദാസന്മാർക്ക് അവൻ അധികാരം കൊടുത്തു. പാമ്പുകളെയും തേലുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എബിനേസർ ഔട്ട്റീച്ച് മിനിസ്ട്രിയിലുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമുക്കൊരു അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നയാഗര പട്ടണത്തിലുള്ള ദുഷ്ടശക്തികളുണ്ട്, ദുർഭൂതങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൈശാചിക കേന്ദ്രങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് നമ്മെ തളർത്തുകയല്ല, നമ്മെ വാഴുവാനല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അവരെ ജയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചില പാതാള ഗോപുരങ്ങൾ നമ്മുടെ മിനിസ്ട്രിക്കെതിരെ, നമ്മുടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ ശത്രു ഉയർത്തുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പാതാള ഗോപുരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഭയപ്പെട്ടു നിൽക്കുകയല്ല, അല്ലെങ്കിൽ അന്താളിച്ചു നിൽക്കുകയല്ല. ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, രോഗമായിക്കൊള്ളട്ടെ, പലവരും മാനസിക സംഘർഷമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിലപ്പോ ഹല്ലേലൂയ പ്രവർത്തനം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനായിരിക്കും വീട്ടിലെ ആകെ അസ്വസ്ഥതയായിരിക്കും. ചിലപ്പോ നമ്മൾ മാനസികമായിട്ട് അല്ലെങ്കിൽ ഭാരപ്പെടും. ദൈവത്തിന് സ്തോത്രം. അയ്യോ കർത്താവേ, ഞാൻ ഹല്ലേലൂയ ഔട്ട്റീച്ച് പ്രവർത്തനം എല്ലാം കഴിഞ്ഞ്, പരസ്യവും കഴിഞ്ഞ്, ഹല്ലേലൂയ ട്രാക്റ്റ് ഒക്കെ കൊടുത്ത് വരുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ വളരെ അസ്വസ്ഥതയാണല്ലോ. എന്താ കർത്താവ്? ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അത് ഭയപ്പെടേണ്ട കാര്യമില്ല, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. എന്താണ്? നിന്റെ പ്രവർത്തനത്തെ തടയുവാൻ വേണ്ടിയിട്ട്, നിന്നെ ശാരീരികമായിട്ട്, നിന്നെ മാനസികമായിട്ട് തളർത്തിക്കളഞ്ഞ് ഈ പ്രവർത്തനം എങ്ങനെയെങ്കിലും നിർത്തിക്കളയുവാൻ വേണ്ടിയിട്ട് നോക്കുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ, നീ ചിരിച്ചങ്ങോട്ട് വിട്ടോളണം, നീ പ്രതികരിക്കാൻ പോകണ്ട. ഹല്ലേലൂയ, നീ ഹല്ലേലൂയ പരിഹാരം വരുത്തുവാൻ നോക്കണ്ട. നീ പരിഹാരം വരുത്തുവാൻ ഒരിടമുള്ളൂ. നീ അല്പസമയം ഒരു 5 മിനിറ്റ് ഹല്ലേലൂയ മുറിയിലേക്ക് കയറിയിട്ട് അവിടെ മുഴങ്കാലിലൊന്ന് ഇരിക്ക്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, കർത്താവേ, ഞാൻ നിന്റെ ദാസനാണ്, നീ എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, മനുഷ്യന് വാഴുവാന് ഉള്ള അധികാരം കൊടുത്തവനായ കർത്താവ്, ഹല്ലേലൂയ, സകലത്തെയും വാഴുവാനുള്ള അധികാരം കൊടുത്ത കർത്താവേ, എനിക്ക് നീ തന്നിരിക്കുന്ന അധികാരത്തിനായി സ്തോത്രം. എന്താണ് എനിക്കത് അധികാരം തന്നത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു എന്നരുളി ചെയ്ത കർത്താവിന്റെ അധികാരമുണ്ടല്ലോ. ആ അധികാരത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്റെ ഭവനത്തിൽ നിന്ന്, എന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, എന്റെ സമാധാനത്തെ കെടുത്തുന്ന ഈ ശക്തി മാറിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ ഏറ്റവും കൂടുതൽ കുടുംബത്തിലാണ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ പ്രാർത്ഥന നിൽക്കുമല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ പ്രാർത്ഥന മുടക്കുവാൻ അവൻ നോക്കും, പ്രവർത്തനത്തെ മുടക്കുവാൻ നോക്കും. ഒരിക്കലും പ്രാർത്ഥന മുടക്കരുത്. വിശേഷാൽ നിങ്ങൾ പേഴ്സണൽ പ്രാർത്ഥന മുടക്കരുത്. നിങ്ങൾ ദിവസവും പ്രത്യേക സമയമെടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ മുന്നേറണം. ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തി കാണുന്നുണ്ടല്ലോ, അവർ പ്രാർത്ഥനയിൽ വചന ധ്യാനത്തിനും ഉറ്റിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കിട്ടുന്ന സമയം ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ
ദൈവസന്നിധിയിൽ മുഴക്കാൽ മടക്കിക്കൊള്ളണം. വിശേഷാലിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾ വിശേഷാലിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാന്ന് അറിയാമോ? ചില ജീവിതങ്ങളെ ഹല്ലേലൂയ വേറിട്ട് കിടക്കുന്ന ഹല്ലേലൂയ യാതൊരു ഷേപ്പുമില്ല, ആരെല്ലാം തള്ളിക്കളഞ്ഞ് ഹല്ലേലൂയ രക്ഷയില്ല എന്ന് പറഞ്ഞ ചില കല്ലുകളുണ്ട്. അതിൽ ചില കല്ലുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെ ചേർത്ത് കൊണ്ടുവന്ന് പണിയേണ്ടതാണ്. ഈ പണി അങ്ങനെ വളരണം, ദിനംതോറും വളരണം. അല്ലെങ്കിൽ ഓരോ കല്ലുകൾ എടുത്തു വെച്ച് ദിവസവും പണിയണം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി ചില കല്ലുകളെ നേടുവാൻ ഹല്ലേലൂയ ഷേപ്പില്ലാത്തതായേക്കാം, എല്ലാവരും തള്ളിക്കളഞ്ഞതായേക്കാം, ഒരു സ്വസ്ഥ സമാധാനമില്ലാത്ത കല്ലുകളായേക്കാം. അതിനെ നേടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ മുഴക്കാൽ മടക്കണം, വചനം ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. ആ ദുരുപദേശങ്ങൾ വളർന്നു വരുന്ന ഒരു സമയമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വളരെ നിങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ദൈവിക ജ്ഞാനമുള്ളവരായിരിക്കണം. എല്ലാം ഗ്രഹിപ്പാനും അത് മനസ്സിലാക്കുവാനും ആ ശക്തിയുമേൽ അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ അതിന് നമ്മൾ അനുകൂലപ്പെടുകയല്ല, എതിർത്തു നിന്നോളണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ ഉപയോഗിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ ആവശ്യം, അതാണ് നമ്മുടെ ശക്തി. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഈ ലോകത്ത് മറ്റൊന്നും നേടുവാനില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ നോഹയോട് പറഞ്ഞു, നോഹയുടെ കാലം പോലെയാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാ വഷളത്തലും എല്ലാ മ്ലേച്ഛതയും എല്ലാം ലോകത്തിലുണ്ടല്ലോ. കർത്താവിന്റെ വരവിന്റെ സമയമാകുമ്പോ ഇതെല്ലാം നോഹയുടെ കാലം പോലെ ആകുമെന്നല്ല ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെയല്ല ആയില്ലേ? ദൈവത്തിന് സ്തോത്രം. അന്ന് നോഹയോട് പറഞ്ഞു, നോഹേ നീ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയോട് പറഞ്ഞു, നോഹേ നീ എന്ത് ചെയ്യണം? ഒരു ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുകയാ, വഷളത്വം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. കൃപ ലഭിച്ച നോഹയോട് പറഞ്ഞു, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ഹല്ലേലൂയ. നോഹേ നിന്റെ മനസ്സിലെ പ്ലാൻ കൊണ്ടല്ല പണിയേണ്ടത്, ഞാൻ നിനക്ക് പ്ലാൻ തരാൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. ചില വിഷയം ദൈവം തരാൻ പോകുക. ദൈവമക്കളെ, ദൈവദാസന്മാരോട് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, ചില വിഷയം തരാൻ പോകുക. നിങ്ങളുടെ പ്രവർത്തനത്തിന് ദൈവം തരുന്ന വിഷയം അനുസരിച്ച് ഹല്ലേലൂയ പണിതുകൊള്ളണം, പ്രവർത്തിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് ചില ജീവിതങ്ങളെ രക്ഷയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താണ്? പെട്ടകം ഉണ്ടാക്കണം. നീളം എന്താണ്? 300 മുഴം. ദൈവത്തിന് സ്തോത്രം. 301 ആകരുത്, 299 ആകരുത്, 299 ആകരുത്. 300 മുഴം കൊണ്ട് 300 മുഴം. വീതി എത്ര? 50 മുഴം. ഉയരം 30 മുഴം. അന്ന് ഇരിക്കട്ടെ, ഒരടി കൂടുതല് നിവർന്നിരിക്കാമല്ലോ, ശരിക്കും ഒന്ന് നിൽക്കാമല്ലോ എന്നൊന്നും വിചാരിച്ചില്ല. ദൈവം 300 മുഴം. അത് മാത്രമല്ല, കിളിവാതിൽ ഉണ്ടാക്കേണ്ടത് മുകളിൽ നിന്ന് 1 മുഴം താഴെ വേണം കിളിവാതിൽ ഉണ്ടാക്കുവാൻ. ദൈവത്തിന് 3 തട്ടായിട്ട് അതിനെ ഉണ്ടാക്കണം. ഇത് എല്ലാം വളരെ വിശദമായിട്ട് ഹല്ലേലൂയ നോഹയോട് ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. നോഹ എന്ത് ചെയ്തു? ഈ ദൈവം പറഞ്ഞ പോലെ തന്നെ ഗോഫർ മരം വെട്ടിക്കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. മക്കൾ ചോദിച്ചു കാണാ, ഭാര്യ ചോദിച്ചു കാണാ, എന്തിനാണ് അപ്പ? ദൈവത്തിന് സ്തോത്രം. ഈ ഗോഫർ മരം തന്നെ വേണമെന്ന്. വേറെ ഒത്തിരി തടികളുണ്ടല്ലോ, ഇവിടെ അടുത്ത് കിടപ്പുണ്ടല്ലോ കുറെ തടികള്, അത് വെച്ച് നമുക്ക് പണിയത്തില്ലേ എന്ന് ചോദിച്ചു കാണാം. പക്ഷേ ഹല്ലേലൂയ നോഹ പറഞ്ഞില്ല, മക്കളെ അതൊന്നും പറ്റുകയില്ല. സർവശക്തനായ ദൈവം പറഞ്ഞത് ഈ ഗോഫർ മരം കൊണ്ട് തന്നെ ഉണ്ടാക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് ഇത്രയും വലിപ്പം വേണോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് മാത്രം പോരെ. നമുക്ക് അമ്മയ്ക്ക്, അപ്പനും അമ്മയ്ക്കും മക്കൾക്ക് മാത്രം പോരെ എന്ന് ചിന്തിക്കുന്ന അനേകര് ദൈവത്തിന് കണ്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രവർത്തനത്തിനൊന്നും പോവില്ല, പ്രവർത്തിക്കാൻ സമയമില്ല. ഞാനും എന്റെ ഭാര്യയും മക്കളും എന്ന് പറഞ്ഞിരിക്കുന്ന അനേകര് ഭവനങ്ങൾ ഇല്ലേ?
ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ഒന്നും പ്രയോജനപ്പെടാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ അനേകരെ കാണുവാൻ, അനേക കുടുംബങ്ങളെ കാണുവാൻ ഇടയായി തീരുന്നില്ലേ? ഇതൊന്നുമല്ല. ദൈവം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നീളം ഇത്ര വേണം, വീതി ഇത്ര വേണം, ഉയരം ഇത്ര വേണം, കിളിവാതിൽ ഇങ്ങനെ ഉണ്ടാക്കണം. ഇതെല്ലാം പറഞ്ഞു അതിനൊരു വാക്കിനോ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാൻ പറ്റുകയില്ല. ദൈവം അരുളി ചെയ്തതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, അല്ലെങ്കിൽ ദുരുപദേശം കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവിക പ്രവർത്തനത്തിന് വിരുദ്ധമായി ചില സംഗതികൾ കടന്നു വരുമ്പോൾ, നിങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ട് ഈ ദൈവം നിങ്ങളോട് അരുളി ചെയ്ത ആ വിഷന് വേണ്ടി മാത്രം നിന്നോളണം. അത് വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പുരുഷാരത്തെ അനേകരെ കണ്ടുകൊണ്ട് അങ്ങോട്ട് മാറരുത്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ കർത്താവിന് വേണ്ടിയിട്ട് നിന്നുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഇവരെന്ത് ചെയ്തു? അല്ലെങ്കിൽ ഗോപുരമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കി. ഇവർ അല്ലെങ്കിൽ ഈ കുടുംബം മാത്രം രക്ഷപ്പെട്ടു. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇവർ അന്ന് വരെ മഴ കണ്ടിട്ടില്ല. ഭാര്യ ചോദിച്ചു, എന്താ മനുഷ്യനെ ഈ പറയുന്നത്? മഴ പെയ്യുവോ? ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ചുമ്മാ പറയുന്നതാണോ? ഇതൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് ഭാര്യ കേട്ടു. ദൈവത്തിന് സ്തോത്രം. അവർക്കറിയാം, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ അപ്പൻ, മക്കൾ വിചാരിച്ചു എന്റെ അപ്പൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അരുളി ചെയ്താൽ അങ്ങനെ തന്നെ അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെക്കാൾ ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ, സമയം വേറെയായി. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീരണം. അല്ലെങ്കിൽ മരുഭൂമിയിൽ ദൈവത്തിന് സ്തോത്രം യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വെള്ളം കിട്ടാതെ വന്നു. അവർ പിറുപിറുത്തു. മോശയുടെ നേരെ പിറുപിറുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് അത്ഭുതങ്ങൾ കണ്ട ജനം, അടയാളങ്ങൾ കണ്ട ജനം, ദൈവത്തിന്റെ നന്മ പ്രാപിച്ച ജനം, ഇതൽപ്പം വെള്ളം കിട്ടാതെ വന്നപ്പോൾ പിറുപിറുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ ആ കാണുന്ന പാറയുണ്ടല്ലോ, ആ പാറയിൽ നിന്ന് അടിക്കണോ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ജനത്തിന് വെള്ളം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. മോശ എന്ത് ചെയ്തു? ആ പാറയെ അടിച്ചു. ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മെ അനുഗമിച്ച പാറ ക്രിസ്തു എന്ന് ഹല്ലേലൂയ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 10 വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പാറ നിന്റെ ദാഹത്തെ മാറ്റുന്നതാണ്, നിന്റെ ക്ഷീണത്തെ മാറ്റുന്നതാണ്, നിന്റെ വിശപ്പിനെ മാറ്റുന്നതാണ്. ഈ പാറ നിന്നെ ജീവൻ തരുന്നതാണ്. ഈ ജീവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനാണ്. ഈ പാറ, ഈ ക്രിസ്തു എന്ന പാറ അനുഗമിക്കുന്നത് ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ ലജ്ജിക്കത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണ്? ഹല്ലേലൂയ. അവൻ ജീവനുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. മരുഭൂമിയിൽ അവർ കുടിക്കുവാൻ ഇടയായി തീർന്നു. ചൂടേറിയ മരുഭൂമിയിൽ ദാഹിച്ചു വലയുന്ന ദൈവം ഇതില് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ മുമ്പാകെ നീ ഭാരത്തോടും പ്രയാസത്തോടെ അല്ലെങ്കിൽ ഞെരുങ്ങുമ്പോൾ, ചില വിഷയങ്ങളുടെ മുമ്പാകെ, വിശേഷാൽ ചില പ്രത്യേക വിഷയത്തിന് മുമ്പാകെ നീ ദാഹിച്ചു വരേണ്ടവനെ പോലെ ആയിരിക്കുന്നു എങ്കിൽ, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ ഭാരപ്പെടുന്നു എങ്കിൽ, ഇന്ന് കാലം ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കട്ടെ. നിന്റെ ദാഹത്തെ മാറ്റുവാൻ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ അല്ലെങ്കിൽ ഒരു പാറ നമുക്കുണ്ട്. നീ ആ പാറയിൽ ശരണപ്പെട്. അവിടെ ജീവജല നദിയുണ്ട്. അല്ലെങ്കിൽ നിന്റെ ദാഹത്തെ മാറ്റും, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരും. ദൈവത്തിന് സ്തോത്രം. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പാറ നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. ഈ പാറ നമ്മെ ശക്തീകരിക്കുന്നതാണ്. നമുക്ക് ജീവൻ തരുന്നതാണ്. നമുക്ക് ശ്രേഷ്ഠത ഉണ്ടാക്കി തരുന്നതാണ്. നമുക്ക് മാന്യത തരുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ എബനേസർ ഔട്ട്റീച്ച് മിനിസ്ട്രിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിലുള്ള ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ നാളുകൾ കർത്താവിന്റെ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് നിൽപ്പാനിടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അനേക ജീവിതങ്ങളെ നേടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകർ കാലിലെ സ്വസ്ഥയിലെ സമാധാനമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനേകർ മുമ്പാകെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി, നമ്മളിലൂടെ യേശുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ ഇടിയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളെ അടയ്ക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ വചനത്തിന് മുമ്പ് ഒന്ന് ഏൽപ്പിക്കാമോ? ദൈവമേ, എന്നെ എനിക്ക് നീ ജീവൻ തന്ന് എന്നെ അങ്ങയുടെ കരങ്ങൾ ഉപയോഗിക്കണമേ കർത്താവേ. അപ്പോസ്തലന്മാരെ ഉപയോഗിച്ചതുപോലെ എന്നെ ഉപയോഗിക്കണമേ. അനുദിനം വളരുവാൻ ഇടിയായി തീരണമേ. പ്രവർത്തനത്തിൽ വളരുവാൻ, ഈ മിനിസ്ട്രി വളരുവാൻ ഇടിയായി തീരണമേ. അനേക ആത്മാക്കളെ നേടുവാനുള്ള കൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. എന്റെ പ്രശ്നത്തിന് പരിഹാരം തരണമേ. എന്നെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ലൊരു സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ എബനേസർ കർത്താവേ, മിനിസ്ട്രിയെ കർത്താവേ, ഈ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഇതിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ശ്രേഷ്ഠദാസന്മാരെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ. അവർ ചെയ്യുന്ന ഔട്ട്റീച്ച് പ്രവർത്തനങ്ങള്, പരസ്യയോഗങ്ങള് കർത്താവെ സ്തോത്രം ട്രാക്ട് കൊടുക്കുമ്പോൾ അനേക ചതറിക്കിടക്കുന്ന കല്ലുകളുണ്ട് കർത്താവെ. അനേകർ കർത്താവെ സ്തോത്രം, അനേക കല്ലുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട കല്ലുകളുണ്ട് കർത്താവെ. ആ കല്ലുകളെ പെറുക്കിയെടുക്കുവാൻ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അതിന് ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടെ നേടിയാക്കണമേ കർത്താവെ. പൗലോസിനെ ഉപയോഗിച്ചതുപോലെ കർത്താവെ ദാസന്മാരെ അവിടുന്ന് ഉപയോഗിക്കുമാറാകേണ്ട പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകരെ നേടുവാനുള്ള കൃപ കൊടുക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശക്തി, ഹല്ലേലൂയ, ദൈവിക ദർശനം അവർക്ക് കൊടുക്കുമാറാകേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രോഗികളായി വിവിധ വിഷയങ്ങളും ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ തന്നെ അങ്ങയുടെ കരം അവരുടെ മേൽ വെക്കണമേ.